മാവോയിസ്റ്റ് വേട്ടയുടെ മറവിൽ സംശയത്തിന്റെ നിഴലിൽ കഴിയുകയാണ് വയനാട് ലക്കിടിയിലെ പ്രിയദർശിനി ആദിവാസി കോളനി. കാടിനോട് ചേർന്ന കോളനിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ 2 തവണ മാവോയിസ്റ്റുകൾ എത്തിയിരുന്നു. അരിയും ഭക്ഷ്യവസ്തുക്കളും വാങ്ങി തിരിച്ചുപോകുന്ന മാവോയിസ്റ്റുകൾ തങ്ങളെ ഭീഷണിപ്പെടുത്തിയില്ല എന്നും ആദിവാസികൾ പറയുന്നുണ്ട്. ലക്കിടിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുജീബ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ലക്കിടിയിലെ പ്രിയദർശൻ കോളനിയാണിത്. പ്രദേശത്തെ ആദിവാസികൾ താമസിക്കുന്ന ഒരു സാധാരണ കോളനി. കൂലിപ്പണിക്കാരാണ് ഇവിടെയുള്ള ഈ കോളനിയിൽ താമസിക്കുന്ന ആദിവാസികൾ അധികവും. ഈ കോളനിയിലേക്ക് നേരത്തെ ആദിവാസികൾ താമസിക്കുന്ന കോളനിയിലേക്ക് നേരത്തെ 2 തവണ മാവോയിസ്റ്റുകൾ എത്തിയിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഇവർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകത, ഒരു കാടിനോട് ചേർന്നാണ് ഈ കോളനി സ്ഥിതി ചെയ്യുന്നതെന്നാണ്. നമുക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഈ അക്കേഷ്യ മരങ്ങളുള്ള ഈ കാടിൻ്റെ തൊട്ടപ്പുറത്താണ് ഉപവൻ റിസോർട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് നേതാവ് ജലീൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വെടിയേറ്റ് മരിച്ച ആ റിസോർട്ടിനോട് ചേർന്ന കാട്ടിലേക്കാണ് കൂടെയുള്ള ആൾ രക്ഷപ്പെട്ടതെന്ന് പോലീസ് പറയുന്നുണ്ട്. ആ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോളനി എന്ന അർത്ഥത്തിലും നേരത്തെ മാവോയിസ്റ്റുകൾ എത്തിയിരുന്ന കോളനി എന്ന അർത്ഥത്തിലും ഈ പ്രിയദർശിനി കോളനി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ കണ്ണിൽ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കോളനിക്കാർ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ആദ്യമായി മാവോയിസ്റ്റുകൾ എത്തിയ വീടാണിത്. ഈ വീട്ടിലെ ഗൃഹനാഥൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. പരമു അല്ലേ? എപ്പോഴായിരുന്നു അവസാനം ഇവിടെ എത്തിയിരുന്നത്? ശിവരാത്രിൻ്റെ അന്ന് രാത്രി ഒരു 8 മണീൻ്റെ അടുത്ത്. എത്ര പേരുണ്ടായിരുന്നു അപ്പോൾ? 2 പേര്. അവർ വന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കരിങ്ങാലി വെള്ളം ഉണ്ട്, അത് തരാൻ പറഞ്ഞു. കരിങ്ങാലി വെള്ളം 2 ഗ്ലാസ് കരിങ്ങാലി വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കുടിച്ച് പിന്നെ ഭക്ഷണം കൊണ്ട് ചോദിച്ചു. ഭക്ഷണം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചോദിച്ചില്ല. ഓക്കെ, അവർ ഇതിനു മുമ്പ് ഈ കോളനിയിലേക്ക് എപ്പോഴായിരുന്നു ഈ മാവോയിസ്റ്റുകൾ ഇതിനു മുമ്പ് എത്തിയിരുന്നത്? നിരന്തരമായിട്ട് വരാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് പിന്നെ അതിനു മുമ്പായിട്ട് അവരെ കണ്ടിരുന്നത്? അവർ വന്നത് 2 ശിവരാത്രിൻ്റെ 2 ആഴ്ച മുന്നേ അവർ വന്നിട്ട് പോയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നില്ല. അത് ഇവർ തന്നെയായിരുന്നു? അത് ഇവർ തന്നെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. എത്ര പേരുണ്ടായിരുന്നു അന്ന്? ബസ്സിൽ വന്നത് 6 പേരുണ്ടായിരുന്നു. സ്ത്രീകൾ 4 പേര്, പുരുഷന്മാർ 2 പേര്. കുറച്ച് നേരം കോലയിൽ അങ്ങനെ ഇരുന്നായിട്ട് ചോദിച്ചു. എന്നാൽ പിന്നെ കുറച്ച് അരി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഞങ്ങൾ ലേശം അരി, കുറച്ച് അരിയും ഉള്ളിയും തക്കാളിയും പച്ചമുളക് കൂടി കവറിലാക്കിയിട്ട് കൊടുത്തു. അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ ചെയ്തോ? അങ്ങനെ ഒന്നും ഒരു സംഭവം ഉണ്ടായില്ല. ഇല്ലല്ലോ. ഓക്കെ, ഇപ്പോൾ മാവോയിസ്റ്റുകൾ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ വെടിവെപ്പ് ഉണ്ടായില്ല. ഈ കാടിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ആ റിസോർട്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ആ സംഭവം എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? എപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത്? രാത്രി പാറാവുകാരി പടക്കം പൊട്ടിക്കൽ പതിവുണ്ട്. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചങ്ങനെ ഇരുന്നത്, പടക്കം പൊട്ടിക്കുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട്. സംഭവം പിറ്റേത് രാവിലെയാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പം പിന്നീട് നേരത്തെ മാവോയിസ്റ്റുകൾ എത്തിയ ഒരു കോളനി എന്ന അർത്ഥത്തിൽ പോലീസ് നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു? പോലീസുകാർ വന്നിരുന്നു. പോലീസുകാർ ഇന്നലെയും വന്നിരുന്നു. എല്ലാ ദിവസവും ഉണ്ട്. അപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ചോദിച്ചു, നിങ്ങളെന്തോ മാവോയിസ്റ്റിനെ പറ്റി കയ്യിൽ നിങ്ങളെ മനസ്സിലെന്തോ വേറെ എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഈ മാവോയിസ്റ്റുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. ഇതിൽ അറിയുന്നവരുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അറിയുന്നവരെന്ന് പറഞ്ഞാൽ ആരുമില്ല. കോളനിയിൽ ഏറ്റവും അവസാനമായിട്ട് ഏറ്റുമുട്ടലിന് തൊട്ട് മുമ്പായിട്ട് ലക്കിടിയിൽ മാവോയിസ്റ്റുകൾ എത്തിയ ഒരു കോളനി എന്ന അർത്ഥത്തിൽ ഈ കോളനിയെ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും ഒക്കെ ആ ഒരു സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കോളനിവാസികളായ ആദിവാസികൾ അവർ സാധാരണ ദൈനംദിന ജീവിതത്തിനായി സാധാരണ പോലെ കൂലിപ്പണികളെടുത്ത് ജീവിച്ചു പോകുന്ന സാധാരണക്കാർ മാത്രമാണ്. അനിലും ബഷീറിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1 വയനാട്.